ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് ചട്നിയാണ്. സാധാരണ ഉണക്കമീൻ ഉപയോഗിച്ച് ഫിഷ് ചട്നി ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നമ്മളിവിടെ പച്ചമീൻ ഉപയോഗിച്ചാണ് ഫിഷ് ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെറിയ മീനല്ല, വലിയ മീൻ വെച്ചാണ് ഉണ്ടാക്കുന്നത്. സാധാരണ മക്കയിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വെള്ള മോദയുണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അത് വലിയ കഷ്ണങ്ങളായിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, 1 ടീസ്പൂൺ വിനാഗിരി, കുരുമുളക് പൊടി ഇത്രയും ഞാൻ ഇളക്കിയിട്ട് അരമണിക്കൂർ ഇളക്കി ഫ്രീസറിൻ്റെ താഴത്തെ ഇതിൽ വെച്ചിട്ട് ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് ഇപ്പോൾ വറുക്കാനായിട്ട് ഇട്ടതാണ്. അപ്പോൾ നമുക്കൊരു ഹാഫ് വേവ് ആയി കഴിയുമ്പോഴത്തേന് ഇതൊന്ന് പൊടിച്ച് കൊടുക്കാം. ഓക്കെ, എന്തായാലും ഇപ്പോൾ ഇതൊരു 1 കിലോ മീനുണ്ട്. ഓക്കെ, ഹാഫ് വേവ് ആകുമ്പോഴത്തേനും നമുക്കതിന് വേണ്ട ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പം നമ്മുടെ മീനെല്ലാം ഹാഫ് വേവ് ആയിട്ടുണ്ട്. നമ്മളിതൊന്ന് പൊടിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, പൊടിച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് ഇതിൻ്റെ മുള്ള് വലുതാണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, എല്ലാം ഞാനിപ്പം അങ്ങനെ പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ നന്നായിട്ട് വേകാൻ വേണ്ടി വെക്കാം. ചിലതിനകത്ത് മുള്ളില്ലാത്തതുകൊണ്ട്, എന്നാലും മോസ്റ്റ്ലി മുള്ളുള്ളതാണല്ലോ. നമ്മൾ വലിയ കഷ്ണങ്ങളെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടിയും പൊടിച്ച് കൊടുക്കാം. ഓക്കെ, എല്ലാ മീനും നമ്മൾ ഇത് വെച്ച് തന്നെ പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നുകൂടെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് വെക്കാം. മൂക്കുന്നതനുസരിച്ച് ഇടയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഓക്കെ, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുള്ള് കാണുന്നുണ്ട്. ഞാൻ അതൊന്ന് എടുത്ത് മാറ്റി വേണം. അപ്പം മൂത്ത് വരുന്നതനുസരിച്ച് നമുക്ക് മുള്ള വലുതായതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. അതൊന്ന് എടുത്ത് മാറ്റി. ഓക്കെ, ഇതിൻ്റെ വലിയ വലിയ മുള്ളുകളായതുകൊണ്ട് നമുക്ക് എടുത്തെടുത്ത് മാറ്റാൻ പറ്റും. മൂത്ത് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം പറ്റും. പിന്നെ ചെറിയ മുള്ളുകളാണ്, അതും മൂത്ത് വരുന്നതനുസരിച്ചിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. അതൊക്കെ നമുക്ക് മൂക്കുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കാം. അപ്പം നമ്മുടെ മീൻ ഇവിടെ മൂത്ത് പരുവത്തിലായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അകത്ത് കാണുന്ന മുള്ളൊക്കെ ഞാൻ മാറ്റിയായിരുന്നു. നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് വേറെ ഡിഷിലേക്ക് മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് മൂത്തിട്ട് അത് ഇതിനകത്തേക്ക് ചേർക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് എണ്ണയൊന്നുമില്ല. ഇത് നല്ലപോലെ മൂത്ത് നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, എണ്ണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് കൂടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി മീൻ വറുത്തെടുത്ത് മാറ്റി അതിൽ തന്നെ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം 3 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 3 ഉണക്കമുളക്, പിന്നെ 3-4 കറിവേപ്പില, ഇത്രയും നമുക്ക് മൂക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മൂത്ത് വരട്ടെ. ഞാൻ അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം കൂടെ ചേർത്തിട്ടുണ്ട്. ജീരകപ്പൊടി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർത്തത്. അതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഓൾമോസ്റ്റ് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാനിവിടെ ഒരു 3 സവോളയാണ് 1 കിലോയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞാൻ മുളപ്പിച്ചതായതുകൊണ്ട് അതുകൂടെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. നല്ല പോഷകമൂല്യം ഉള്ളതാണല്ലോ.
സാധാരണ എല്ലാവരും കളയാ പതിവ്, ഞാനത് ചേർക്കാറുണ്ട്. നമ്മുടെ മീൻ 1 കിലോ ആണെങ്കിൽ 1 കിലോ സെയിം തന്നെ നമുക്ക് സവോള എടുക്കാം. നമുക്ക് ആ സവോള ഇങ്ങനെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒന്ന് ആവിയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ആദ്യം. ഇച്ചിരി ഒരു കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, പെട്ടെന്നൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് അടച്ച് വെച്ച് വേവിക്കും. വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത് വന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് അടച്ചിട്ട് നമുക്ക് അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് ആവി വരുന്നത് വരെ വേവിക്കും. അപ്പോൾ നമ്മുടെ സവോള ഇവിടെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഞാനത് തുറന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി. ഓക്കെ, ഇപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അതിനകത്തേക്ക് ഞാൻ ജീരകപ്പൊടി ഉള്ളവർക്ക് ജീരകപ്പൊടി ചേർക്കാം. അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഇത് എരിവുള്ള മുളക് പൊടിയാണ്, ഞാൻ 1 ടീസ്പൂൺ ഇട്ടു. അതുകൂടെ നമുക്ക് ഒന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്നതും വരെ നമുക്ക് ഇളക്കാം. ഈ സമയത്ത് ഉപ്പില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. മീനിൻ്റെ അകത്ത് നല്ലപോലെ ഉപ്പ് ചേർത്തിട്ടാണ് ഇട്ടത്. ഉപ്പ് ലാസ്റ്റ് ഒന്നുകൂടെ നോക്കാം, പുളിങ്ങി അന്നേരം ചേർക്കാം. ഓക്കെ, അപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന മീനുണ്ടല്ലോ, വറുത്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിനകത്തേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്നുകൂടെ മൂത്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ തേങ്ങ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ, ഫുൾ 1 കപ്പ് തേങ്ങയാണ്. അതുകൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞു നമ്മുടെ ഫിഷ് ചട്നിയുടെ. ഇതെൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ വിഭവമാണ്. ഞാനതിപ്പം ഇവിടെ ഒന്ന് ഉണ്ടാക്കി നിങ്ങൾക്കൂടെ ഒന്ന് കാണിക്കുകയാണ്. നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചികരമായ ഒരു ഡിഷാണ്. ചൂട് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റും. കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇതിനകത്ത് മുള്ളുണ്ടോ എന്നൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ മേക്ക് ഷുവർ ചെയ്തിട്ട് കൊടുക്കുക. നമുക്ക് വലിയവർക്കറിയാമല്ലോ മുള്ള് ഇതിനകത്തുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റാനറിയാം, പിള്ളേർക്ക് അറിയത്തില്ലല്ലോ. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു 2 മിനിറ്റത്തേനും കൂടെ ഇതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയത്ത് ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കൊണ്ടുവന്നു. ഉപ്പ് കുറവാണ്, അപ്പം നമുക്ക് ഇച്ചിരി ഉപ്പിടെ ഇട്ട് കൊടുക്കാം.
2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഒന്ന് മിക്സ് ആവാൻ വേണ്ടി വെക്കാം. ഓക്കെ, അത് 2 മിനിറ്റ്. ഓക്കെ, ഞാനിപ്പോൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ഫിഷ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ഞാനിത് ഇവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ആവിയൊക്കെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.